ശ്രീധരൻ എന്ന 90 കഴിഞ്ഞ പടുവൃദ്ധനെ വേഷം കെട്ടിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി നാട് നീളെ പെട്ടിയും തൂക്കി വിട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ? ഇല്ലെങ്കിൽ വിശ്വസിച്ചേ മതിയാകൂ. ഈ അടുത്ത ദിവസം മലപ്പുറത്ത് ഞാനും സുഭദ്രയും കൂടി ഒരു ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. അതിവേഗ തീവണ്ടി അഥവാ എക്സ്പ്രസ് ട്രെയിൻ, ഇതിനു വേണ്ടിയുള്ള സർവേ നടപടികൾക്ക് തന്നെ കേന്ദ്ര സർക്കാർ ചുമതലപ്പെടുത്തി എന്ന നിലയിൽ ശ്രീധരൻ ഒരു ആപ്പീസും തുടങ്ങി. പെണ്ണും പിള്ളയായിട്ട് അവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. ഈ പണി ചെയ്തത് കേന്ദ്ര സർക്കാരിൻ്റെ അറിവോടെ ആണോ എന്നുള്ള ചോദ്യം നമ്മൾ ആവർത്തിച്ചുന്നയിച്ചിരുന്നു. അതിന് കാരണം തിരുവനന്തപുരം നഗരസഭയുടെ ഇല്ലാത്ത ബ്ലൂ പ്രിന്റ് ഇറക്കാൻ വന്ന വിസു ഗുരുജി അതിനെക്കുറിച്ച് ഒരക്ഷരം പറഞ്ഞില്ല. തൊട്ടു പിന്നാലെ പുറത്തു വന്ന കേന്ദ്ര ബജറ്റിലും കേരളത്തിൽ അതിവേഗ തീവണ്ടിയെക്കുറിച്ച് ഒരു പരാമർശവും ഇല്ല. എന്നാലും എന്നെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞിരുന്നു. ചില കള്ളങ്ങളും കാപട്യങ്ങളും കൃത്രിമമായി ചെയ്താലും അത് താനേ പൊളിയുമെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? ആരും പൊളിക്കാൻ പുറകെ നടക്കണ്ട. ഒരു വിവരാവകാശ രേഖ മാത്രം മതി. അത് പുറത്തേക്ക് വരുമ്പോൾ 90 വയസ്സുകാരൻ ഫാൻസി ഡ്രസ്സ് കളിക്കുകയായിരുന്നു എന്ന് ബോധ്യപ്പെടുകയാണ്. റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. സംസ്ഥാനത്തെ അതിവേഗ റെയിൽപാത പദ്ധതിയിൽ ശ്രീധരനെ തള്ളി ദേശീയ ഹൈസ്പീഡ് റെയിൽ കോർപ്പറേഷൻ. 2023 ജൂൺ മുതൽ 2026 ഫെബ്രുവരി 4 വരെ, അതായത് 2 ദിവസം മുൻപ് വരെ ഒരു ചുമതലയും ശ്രീധരന് നൽകിയിട്ടില്ല. പദ്ധതികൾ വിലയിരുത്തുന്നതിനോ ഉപദേശങ്ങൾ നൽകുന്നതിനോ ശ്രീധരനെ അധികാരപ്പെടുത്തിയിട്ടില്ലെന്നും ഹൈസ്പീഡ് റെയിൽ കോർപ്പറേഷൻ വ്യക്തമാക്കുന്നു. റെയിൽവേ മന്ത്രാലയത്തിന് നൽകിയ വിവരാവകാശ അപേക്ഷയിലാണ് കോർപ്പറേഷന്റെ മറുപടി. കുറച്ച് പണം തനിക്ക് കിട്ടിയാൽ അല്ലെങ്കിൽ ഏതെങ്കിലും അധികാര സ്ഥാനം ഓഫർ ചെയ്താലും വയസ്സാം കാലത്ത് ഉമ്മറത്ത് ചാരുകസേരയിൽ കിടക്കേണ്ട മനുഷ്യൻ പുറത്തേക്ക് ചാടിയിറങ്ങി കിട്ടുന്നത് വാങ്ങിച്ചെടുക്കാമെന്നുള്ള മനോഭാവത്തിലാണ് ഇമ്മാതിരി നാടകത്തിന് ഇറങ്ങി തിരിച്ചതും. കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി അറിയിച്ചു, ഇക്കഴിഞ്ഞ മാസം വരെ ഒരുത്തനെയും അങ്ങനെ ഒരു സർവേ നടത്താൻ വേണ്ടി അവർ ചുമതലപ്പെടുത്തിയിട്ടില്ല. പൊടുന്നനെ കേരളത്തിലെ മനോരമയിലൂടെ വാർത്ത വരുന്നു, അത് VD സതീശൻ ഏറ്റെടുക്കുന്നു, അതിനുശേഷം BJP ഏറ്റെടുക്കുന്നു, സർവേക്ക് ഓഫീസ് തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ ഇലക്ഷൻ സ്റ്റണ്ടാണെന്ന് ബോധ്യപ്പെടുന്നില്ലേ? ഒരു പടുകളവനെ ഉപയോഗപ്പെടുത്തി പോലും പരമാവധി നേരത്തെ ഈ നാട്ടിൽ അതിവേഗ റെയിലിന് വേണ്ടി കേരയിൽ സ്ഥാപിക്കാൻ ശ്രമിച്ചതിനെ എല്ലാം തുരങ്കം വെച്ചതിന് ശേഷം അതിനു മുന്നേ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ ഇതാ അതിവേഗ ട്രെയിൻ വരുന്നു എന്ന രീതിയിൽ 10-20 കോടി പൊടിച്ച് ഇതേ മഹാൻ അന്നും സർവേ നടത്തിയതിന് പിന്നാലെയാണ് പുതിയ സർവേക്ക് ഇറങ്ങി തിരിച്ചത്. ആ സർവേയുടെ സ്പോൺസർ ആരാണെന്നാണ് ഇനി അറിയാനുള്ളത്. അതായത് കേന്ദ്ര സർക്കാരാണ് സാധാരണഗതിയിൽ രാജ്യത്ത് റെയിൽവേയുടെ പുതിയ സംവിധാനങ്ങൾ അനുവദിക്കേണ്ടത്. പക്ഷെ അവരറിയാതെ എങ്ങനെയാണ് നമ്മുടെ ശ്രീധര അപ്പൂപ്പൻ രംഗത്തിറങ്ങിയത് എന്നതിനെക്കുറിച്ചൊക്കെ ഇനി വിശാലമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കാലമായി കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് നാട്ടുകാരെ പറ്റിക്കാൻ ഓരോരുത്തരെ വേഷം കെട്ടി ഇറക്കിക്കുന്നു എന്ന് നാട്ടുകാർ കണ്ണു തുറന്ന് കണ്ടോളണം. മലപ്പുറത്ത് തന്നെ ഓഫീസും തുടങ്ങി, അദ്ദേഹം പ്രത്യേക പാതയ്ക്ക് വേണ്ടിയുള്ള സ്ഥലമൊക്കെ അങ്ങ് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ മനോരമയിലൂടെ ചിലത് സൃഷ്ടിക്കുന്നു. അതിനെ കഥാപാത്രമാക്കാനായിട്ട് പണ്ട് രാമുവിൻ്റെ കാലത്ത് അദ്ദേഹം ഒരു ബുദ്ധിജീവിയായിരുന്നു, അതുകൊണ്ട് ഇന്നും ബുദ്ധിജീവിയായി നമ്മൾ അംഗീകരിച്ചോളാം എന്ന നിലയ്ക്ക് 90 വയസ്സ് കഴിഞ്ഞ ഒരു മനുഷ്യനെ വേഷം കെട്ടി ഇറക്കുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് ചെയ്യാൻ ഇനിയും ശേഷിയില്ല എന്നുള്ള പുതിയ തലമുറയെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ്. അതും പോരാഞ്ഞിട്ട് ഇനി വേണമെങ്കിൽ നാളെ മുതൽ ഞാൻ സുപ്രീം കോടതി ജഡ്ജിയായിരുന്നു എന്ന നിലയ്ക്ക് സ്വന്തം നിലയ്ക്ക് ഓഫീസ് തുടങ്ങി ഞാൻ ജഡ്ജിയാണെന്ന് പറഞ്ഞ് ചിലർക്ക് തുടങ്ങാം. അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ പരമോന്നത സൈനിക പീഠത്തിൽ ഇരുന്നതുകൊണ്ട് ഞാനും ഒരു സൈനിക വിദഗ്ധനാണെന്ന് പറഞ്ഞ് ഓഫീസ് തുറന്ന് അവർക്കിരിക്കാം എന്ന തരത്തിൽ റെയിൽവേയിൽ സർക്കാർ ജോലിക്കാരനായിരുന്ന വ്യക്തി റിട്ടയർ ആയി കഴിഞ്ഞാൽ ബിംബവൽക്കരിച്ചതിന് ശേഷം അയാൾക്ക് ശേഷം പ്രളയമാണെന്നുള്ള നിലയ്ക്ക് ആ വ്യക്തിയെ പിന്നെയും അവതരിപ്പിക്കുന്നതിന് പിന്നിലെ രാഷ്ട്രീയ ഗൂഢാലോചന കൂടി നാട്ടുകാർ തിരിച്ചറിയേണ്ടതുണ്ട്. ഇവിടെയാണ് നമ്മുടെ നാട്ടിലെ ചില മാധ്യമങ്ങളും അവരുടെ തൽപര രാഷ്ട്രീയക്കാരും ചേർന്ന് നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയും അധികാര കസേരകൾ പിടിച്ചെടുക്കാൻ വേണ്ടി ഇതുപോലുള്ള നാടകങ്ങൾ നടത്തുന്നത്. പഴയ കാലത്തായിരുന്നെങ്കിൽ ഇതൊക്കെ ഓടുമായിരുന്നു, ഇപ്പോൾ അങ്ങോട്ട് ഓടില്ല. അതുകൊണ്ടാണ് ഒരൊറ്റ വിവരാവകാശ ഡോക്യുമെന്റോടുകൂടി അല്ലെങ്കിൽ രേഖയോടുകൂടി ആ കച്ചവടം പൂട്ടിപ്പോയതെന്ന് പറയേണ്ടി വരികയാണ്. അതുകൊണ്ട് ശ്രീധരൻ അമ്മാവനോട് പറയാനുള്ളത്, ഇനി അധികം നിന്ന് വഷളാക്കാതെയും വിഷമിക്കാതെയും നേരെ ആ കോലായിലെ ചായ്പ് കസേരയിൽ പോയി കിടക്കുന്നതാണ് ഇതിനേക്കാൾ അന്തസ്സെന്ന് പറയേണ്ടി വരികയാണ്.